നീലമുകിലായി വാനിലേറാ നീല നീ പാറി ചരണത്തിന് തൊട്ട് മുൻപുള്ള BGM-ൽ ഒരു ഹമ്മിങ് പോർഷൻ വരുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. ആ ആ ആ ആ ആ ചുരിമണലിൽ ചുരിമണലിൽ പദഗരി സാരി സനി. അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ്. വിജനതയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 2 3 വിജനതയിൽ എന്നാണ്. അതായത് വിജനത എന്നുള്ള വാക്ക് കഴിഞ്ഞ് അടുത്ത 1-ലാണ് ഇൽ എന്ന് വീഴുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഗായിക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനത്തിന്റെ നൊട്ടേഷൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഒരുപാട് പേർക്ക് പാടാൻ ആഗ്രഹമുള്ള ഒരു പാട്ടാണിത്. കുറേ കുഞ്ഞു കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള സംഗതികളുണ്ട് ഈ പാട്ടിൽ. അതേപോലെ ഒരു പ്രത്യേക ഒരു ഫ്രേസിൽ അവിടെ മാത്രമേ ഉള്ളൂ കുറച്ചധികം മേൽസ്ഥായിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ട് പാടാൻ എല്ലാവർക്കും കുറച്ച് പേടിയുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒറിജിനൽ സ്കെയിൽ A സ്കെയിലാണ്, 6 കെട്ട് ശ്രുതി. അതേ ശ്രുതിയിൽ തന്നെയാണ് നൊട്ടേഷൻസ് അവതരിപ്പിക്കുന്നത്. നൊട്ടേഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഈ പാട്ടിൻ്റെ പല്ലവി വിജനതയിൽ എന്ന വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 2 3 4 1 2 3 4 ഈ ഒരു റിതം പാറ്റേൺ ആണ് ഈ പാട്ടിനുള്ളത്. ഇത് വിജനതയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 2 3 വിജനതയിൽ എന്നാണ്. അതായത് വിജനത എന്നുള്ള വാക്ക് കഴിഞ്ഞ് അടുത്ത 1-ലാണ് ഇൽ എന്ന് വീഴുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 2 3 വിജനതയിൽ. ഇനി നൊട്ടേഷൻസ്. പല്ലവി വിജനതയിൽ പാതി വഴി തീരും ചുരിമണലിൽ വീണുവീലാറും. പാ എന്ന നോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാ പാ പധസനി സാ വിജനതയിൽ. ആദ്യത്തത് പ്ലെയിൻ ആണ്. പധസനി സാ ഗാഗരി സ പാതി വഴി തീരും നീധ പാ പധസനി സാ ഗാഗരി സ നീധ പാ. അടുത്ത വരി ചെറിയ വ്യത്യാസമുണ്ട്. ചുരിമണലിൽ ചുരിമണലിൽ പദഗരി സാരി സനി. അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ്. ചുരിമണലിൽ വീണുവീലാറും ഗാഗരി സനീധ പാ. അപ്പൊ ഈ ആദ്യത്തെ 2 വരിയിൽ തന്നെ ചെറിയ വ്യത്യാസം വരുന്നത്. വിജനതയിൽ പ്ലെയിൻ ആയിട്ടാണ് പാടുന്നത്. വിജനതയിൽ പധസനി സാ. ചുരിമണലിൽ വരുമ്പോ ചുരിമണലിൽ പദഗരി സാരി സനി. ഈ 2 വ്യത്യാസങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത വരി ആഴമറിയാ നീനി പമഗാവരി സാഗരങ്ങൾ നീന്തി നീന്തി നീനി പമ ഗരിക മാപ മാപ നീന്തി സാഗരങ്ങൾ നീന്തി നീനി പമഗരിക മാപ നീന്തി. അടുത്ത വരി ചെറിയൊരു വ്യത്യാസമുണ്ട്. തീരമണയാ തീരമണ പാനിദസനി പമ തീരമണയാ പാനിദസനി പമഗരി തീരമണയാ ഗരി ഗമ ഗരി തീരമണയാ. ആദ്യം പാടിയത് ആഴമറിയാ അത്രയേ ഉള്ളൂ. ഇത് വരുമ്പോ തീരമണയാ കൂരിരുളിലേകയായൊരോടമാകയോ നീനി പമഗരീക മാമ പാപ നീസ നിസരീക സനി സനി. കൂരിരുളിലേകയായൊരോടമാകയോ അടുത്ത ഭാഗമാണ് ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം. ചുവടുകളിൽ
ചുവടുകളിൽ നിസപാമക നിസപാമക അത്രേ ഉള്ളൂ. അവിടെ സംഗതികളൊന്നുമില്ല. പക്ഷെ അവസാനിക്കുന്ന ഭാഗത്ത് ഒന്ന് താഴോട്ടൊന്ന് ജസ്റ്റ് തട്ടുന്നുണ്ട്. ചുവടുകളിൽ വളരെ വളരെ ചെറിയൊരു വോള്യത്തിൽ കേട്ടോ. ഇട തളരരുതേ നിസപാമകരി ഗസരി നിസപാമകരി ഗസരി തളരരുതേ ഇടരരുതേ നിസപമമമമക വരോ റിമാ ഗപാധ നീനപമ. എന്ന് നമുക്ക് പ്ലെയിൻ ആയിട്ട് പാടാം. ഇൻസ്ട്രുമെന്റ്സിൽ വരുമ്പോൾ ടച്ച് നോട്ട് ഇടണം. അപ്പൊ ഇങ്ങനെ വരും. എന്ന് ടച്ച് നോട്ട് ഇട്ടിട്ട് പാടണം. വായിക്കണം. ഇടരരുതേ വരോ വരോ ഇനി പല്ലവിയുടെ രണ്ടുപേരും പാടി നിർത്തുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വിജനതയിൽ ആദ്യം പാടിയതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടാണ്. വിജനതയിൽ എന്ന് തന്നെയാണ് പാടുന്നത്. പിന്നീട് പാതി വഴി തീരും നീത എന്ന് വരും. തീരുന്നു. അതേപോലെ ചൊരിമണലിൽ പദഗരി നിഗരി സാനിത ധനിതപ പദഗരി നിഗരി സാനിത നിതപ ചൊരിമണലിൽ വീണുവീനാറും വീണുവീനാറും ദസനി സനിതപ യാറും. ഇത്രയാണ് വ്യത്യാസം വരുന്നത്. ഇനി അനുപല്ലവി. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബീറ്റ് കഴിഞ്ഞിട്ടാണ്, 1 എന്ന് കഴിഞ്ഞിട്ടാണ് പാടേണ്ടത്. ഓടിമറയും കാലമെങ്ങോ ഓർത്തു നിൽക്കാതങ്ങു ദൂരെ. നൊട്ടേഷൻസ് ദീരിഗമമഗ ഓടിമറയും അതാണ് മഗ എന്ന് വരുന്നത്. രീരിഗമ മഗ കാലമെങ്ങോ മഗമ പാസനിരി സസനിനി കാലമെങ്ങോ മഗമ പാസനിരി സസനിനി ധനിത ദപ മഗ മെങ്ങോ മെങ്ങോ അങ്ങനെ അവിടെ വരുന്നുണ്ട്. ഞാൻ മുറിച്ച് മുറിച്ച് പാടിയെന്നേ ഉള്ളൂ. ഒരുമിച്ച് പാടുമ്പോൾ കാലമെങ്ങോ എന്ന് വരും. ഓർത്തു നിൽക്കാ രേരിഗമ മഗ ഓർത്തു നിൽക്കാതങ്ങു. അത് കട്ട് ചെയ്യാതെയാണ് പാടുന്നത്. ഓർത്തു നിൽക്കാതങ്ങു. നിൽക്കാതെ അങ്ങു എന്നാണല്ലോ. അപ്പോൾ അത് നിൽക്കാന്നുള്ളത് അങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് തന്നെയാണ് പാടുന്നത്. ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ മുറിച്ച് മുറിച്ച് പാടും, പക്ഷെ പാടുമ്പോൾ അത് ഒരുമിച്ച് തന്നെ പാടുക. ഓർത്തു നിൽക്കാതങ്ങു ദൂരെ തങ്ങു ദൂരെ എന്ന് വരുന്നുണ്ട്. ഓർത്തു നിൽക്കാതങ്ങു ദൂരെ പാസനിരി സസനിനി. അടുത്ത വരി എങ്ങോ പോയതെങ്ങോ എങ്കിനാവിൻ പിറാക്കൾ മാഞ്ഞതിന്റെ മൺചിരാതിൽ പോത്ത നാളം. ഏകദേശം സിമിലർ ആണ് ട്യൂണ്, കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ. എങ്ങോ പോയതെങ്ങോ നിസ റിസ നിസ പോയതെങ്ങോ എങ്കിനാവിൻ നിസ സരി സരി പിറാക്കൾ ഗരി സരി സരി ഗരി സനി. അടുത്തത് എന്തേ മാഞ്ഞ എന്ന് വരും. നേസ സരീസ നേസ. ആദ്യത്തത് പോയ രേസ, ഇത് മാഞ്ഞ സരീസ. ആ ഒരു കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ. സരീസ നേസ മൺചിരാതിൽ നേസ സരി സരി പോത്തനാളം ഗപകരേ. ജസ്റ്റ് മീലൊന്ന് ടച്ച് ചെയ്യുക. പോത്തനാളം പോത്തനാളം ഗപകരേ. അടുത്ത സ്റ്റാൻസ നമ്മൾ പല്ലവിൽ പാടിയ അതേ ട്യൂണാണ്. ആകെ ഒരൊറ്റ വാക്കിലെ വ്യത്യാസം വരുന്നുള്ളൂ. പുലരികളേ ഇതുവഴി
അവിടെ മാത്രം. ഇനിയുണരൂ നിസപ്പമ നിപമഗ, ഇനിയുണരൂ വരൂ വരൂ വെൺപാതയിലായി. പല്ലവിയിലെ രണ്ടുപേരി പാടി അവസാനിപ്പിക്കുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്. അതുവരെ നമ്മൾ പാടിയത് വിജനതയിൽ പ്ലെയിൻ ആയിട്ടാണ്. ഇവിടെ വരുമ്പോൾ വിജനതയിൽ പദസനി സാരി വിജനതയിൽ എന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ബലത്തിൽ പാടരുത്, ഒരു ഭംഗി ഉണ്ടാവില്ല കേൾക്കാൻ. അതേപോലെ എന്നാണ് അവസാനിപ്പിക്കുന്നത്. ചരണത്തിന് തൊട്ട് മുൻപുള്ള BGM-ൽ ഒരു ഹമ്മിങ് പോർഷൻ വരുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. സനി സരി സ ആ. രണ്ടാമത്തത് സരി ഗരി ആ. ഇനി അത് ഒരുമിച്ച് പാടുക. ആ ആ. പിന്നെ വരുന്ന ഭാഗത്തെ ഒരു 3 കഷ്ണാക്കാം. ഒരുമിച്ച് പാടുമ്പോ പിന്നീട് ചരണം. അനുപല്ലവി പോലെ തന്നെയാണ് ചരണം വരുന്നത്. ആകെ 2 കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ. അത് ഞാൻ പറയാം. നീലമുകിലായി വാനിലേറാ നീലെ നീലേ പാറി നീങ്ങാനുള്ളിൽ ഉള്ളിനുള്ളിൽ പണ്ടു പണ്ടേ നിത സ്വപ്നം വീണ്ടും തേടി വന്നു കണ്ണിലാളാൻ നിദ്ര നീന്തി നിഴലുകളേ ഇനി മറയോ പകലുളികൾ നിറം തരും മൺപാതയിലായി. ഇതിൽ വ്യത്യാസം വരുന്ന ഭാഗം മേലെ മേലെ എന്ന് പാടുന്നുണ്ട്. രേ രേ ഗമ നിപമഗ മേലെ മേലെ. അതേപോലെ ഉള്ളിൻ ഉള്ളിനുള്ളിൽ എന്നാണ് പാടുന്നത്. അതേപോലെ അടുത്ത വരി വരുമ്പോൾ വീണ്ടും തേടി വന്നു സരിസ വന്നു വന്നു എന്ന് പാടുന്നുണ്ട്. പിന്നെ ഒക്കെ പഴയ പോലെ തന്നെയാണ്. പകലുളികൾ അതൊക്കെ നമ്മൾ അനുപല്ലവിയിൽ പാടി തന്നെയാണല്ലോ. പിന്നീട് പല്ലവി പാടുകയാണ്. പല്ലവി നമ്മൾ ആദ്യം പാടിയതുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി പാടുന്നുണ്ടെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ വീണു വെയിലാറുന്നു എന്നുള്ളവിടെ വീണു വെയിലാറുന്നു എന്ന് ഒന്ന് മാറ്റി പാടുന്നുണ്ട്. പക്ഷെ നൊട്ടേഷൻസ് പഴയതുപോലെ തന്നെയാണ് വരിക. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ ആ വിജനതയുടെ ട്യൂൺ റിപ്പീറ്റ് ചെയ്ത് അതൊരു ഹമ്മിങ് പോലെ പാടിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഈ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്ത അധ്യായത്തിൽ കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.